പത്മജ വേണുഗോപാലിനെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും CPIM-ൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദ ദല്ലാൾ TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. EP ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുവെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടുകയായിരുന്നു. പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും TG നന്ദകുമാർ 24-നോട് പറഞ്ഞു. ഈ ബൈ ഇലക്ഷൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ്, ദുബായിലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിരാശ. അവനെ EP ജയരാജനുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബന്ധപ്പെടാൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു, അദ്ദേഹവും സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന്. അപ്പം നമ്മൾ LDFൻ്റെ ഭാഗമാകണതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സംസാരിച്ചു. ഇന്ന് LDF കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയുന്നത് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ. പക്ഷേ വനിതാ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ? പറഞ്ഞോളാൻ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ച്. CPIM-നായി ദല്ലാൾ TG നന്ദകുമാർ ക്ഷണിച്ചെന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിച്ചു. 3 തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ നിന്നില്ല. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഒരിടത്തേക്കും പോകാറില്ലെന്നും പത്മജ വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ഞാനത് അവരോട് പറഞ്ഞല്ലോ, കളി കൊണ്ടിട്ട് അപ്പൊ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയുന്നതിന് ഉത്തരം പറയണ്ടല്ലോ. കാരണം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് 1.5 കൊല്ലായി. അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടർ കോൺഫറൻസിന്റെ ഇടയ്ക്ക് ഹയാത്തിൽ വെച്ചിട്ട് ആളാണ് എന്തോ ബുക്ക് ചെയ്തിട്ട് വന്നത്. അപ്പൊ എന്നെ കണ്ടപ്പം സ്നേഹമായിട്ട് വന്ന് എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ച ആള് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഇന്ന് വരെ, കാരണം ഞാൻ അങ്ങനെ ആലോചിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഭർത്താവിനും മാത്രമേ അറിയുള്ളായിരുന്നു ഇക്കാര്യം. അല്ല, എന്നെ അവിടുന്ന് നേരിട്ട് തന്നെയാണ്. EP ജയരാജൻ നേരിട്ട് വന്ന് ക്ഷണിച്ചുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് 24-നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. വാഗ്ദാനം താൻ നിരസിച്ചു എന്നും ദീപ്തി മേരി വർഗീസ്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. EP ജയരാജൻ നേരിട്ട് സംസാരിച്ചായിരുന്നു. അതെ. എന്തായിരുന്നു അന്ന് അവർ പറഞ്ഞോ? അല്ല, അവർ വേറൊന്നും പറഞ്ഞില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ചത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞിരുന്നു. EP ജയരാജൻ നേരിട്ട് ഫോണിലാണോ സംസാരിച്ചത്, അതോ നേരിട്ട് സംസാരിച്ചു? അല്ല, അതൊക്കെ പറഞ്ഞ ആൾ തന്നെ പറയട്ടെ. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഇവർ രണ്ടുപേരും, ഈ 2 നേതാക്കളും, പത്മജയാകട്ടെ, പത്മജ വേണുഗോപാലാകട്ടെ, ദീപ്തി മേരി വർഗീസ് ആകട്ടെ, കോൺഗ്രസിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ്. പല പദവികളൊക്കെ തന്നെ അവർ വഹിച്ചിട്ടുമുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള 2 വനിതാ നേതാക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ശ്രമം നടന്നിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു. TGയുടെ മറ്റൊരു വനിതാ നേതാവ് കൂടി ഉണ്ടായിരുന്നു എന്ന് TG പറയുന്നു. ആ വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ് തന്നെയാണോ? ദീപ്തി മേരി വർഗീസിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണോ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്? സ്മിത, എന്തായാലും TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ പല കാര്യങ്ങളും അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. ആദ്യം പത്മജയെക്കുറിച്ചായിരുന്നു. പത്മജയെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് LDFിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അത് EP ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെ വെച്ചുകൊണ്ട് നടത്തി എന്നുള്ളതായിരുന്നു TG നന്ദകുമാറിന്റെ ആദ്യ വെളിപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്മജ വേണുഗോപാലിനെ വിളിക്കുമ്പോൾ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. TG വേണുഗോപാൽ EP ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരം പലകുറി വിളിച്ചിരുന്നു. എന്നാൽ ആ ഫോൺ വിളികളോട് പ്രതികരിക്കാനോ അനുകൂല മറുപടി നൽകാനോ അന്ന് തയ്യാറായില്ല എന്നുള്ളതാണ് പത്മജ പറയുന്നത്. പ്രത്യേകിച്ച് അന്ന് UDFിൽ ചില പ്രശ്നങ്ങളെ തുടർന്ന് തനിക്ക് വലിയ നീരസം നേതൃത്വത്തോടും നേതൃത്വത്തിന്റെ നിലപാടിനോടൊക്കെ ഉണ്ടായിരുന്ന കാലം കൂടിയായിരുന്നു. അന്നവർ വിദേശത്തുണ്ടായിരുന്നപ്പോഴാണ് TG നന്ദകുമാർ വിളിക്കുന്നത്. എന്തായാലും അന്നത്തെ ഓഫറിനോട് അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് പത്മജ പറയുന്നുണ്ട്. പക്ഷേ TG നന്ദകുമാർ പറയുന്നത് അവർ ആവശ്യപ്പെട്ട ഒരു പദവി നൽകാത്തത് കൊണ്ടാണ് ഈ ചർച്ച പരാജയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ LDF CPM മുന്നോട്ട് വെച്ചത് ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സ്ഥാനമായിരുന്നു. അത് വേണ്ട, അതിനും അപ്പുറത്തേക്ക് വലിയ സ്ഥാനങ്ങൾ വേണം എന്നുള്ളതായിരുന്നു പത്മജയുടെ ആവശ്യമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് അവിടെ തീർന്നു. അതിന് ഒപ്പം തന്നെ TG നന്ദകുമാർ 24-നോട് വ്യക്തമാക്കിയത് മറ്റൊരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൂടി
LDF-ലേക്ക് എത്തിക്കാൻ EP ജയരാജൻ ശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതിന് തന്നെയും ഉപയോഗിച്ചു. അതുകൂടാതെ EP ജയരാജൻ നേരിട്ട് അവരുമായി സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. അത് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ കൊച്ചിയിലെ ഒരു വനിതാ നേതാവ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ദീപ്തി മേരി വർഗീസിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. അവർ ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ അത് ശരിവെക്കുന്നുമുണ്ട്. EP ജയരാജൻ നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരുന്നെന്നും ഇത്തരത്തിൽ LDF-ലേക്ക് വരണമെന്നും CPM-ലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും തൃക്കാക്കര മണ്ഡലത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആ കാലഘട്ടത്തിൽ ഒരു നിർണായക രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ EP ജയരാജന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ വനിതാ നേതാവിനെ, ഇത്തരം ദീപ്തി മേരി വർഗീസിനെ പോലെ സജീവമായൊരു വനിതാ നേതാവിനെ കോൺഗ്രസിൽ നിന്നും പറിച്ച് LDF-ൽ കൊണ്ടുവന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ തക്കവണ്ണത്തിലൊരു ഇടപെടൽ നടന്നു എന്നുള്ളത് വളരെ വലിയ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. EP ജയരാജൻ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിത്വം വരെ, സീറ്റ് വരെ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് വരെ അന്ന് ഓഫർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മിത. അശ്വിൻ, സ്വാഭാവികമായിട്ടും EP-യുടെ ഒരു പ്രതികരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ LDF മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികരണവും. അതുമാത്രമല്ല, ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് വരികയാണ്. അതിൻ്റെ ചൂടിലാണ് നമ്മുടെ സംസ്ഥാനത്തെ 3 രാഷ്ട്രീയ മുന്നണികളും. അതിനിടയിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ പരസ്പരം പാർട്ടി മാറുന്നു, മുന്നണി മാറുന്നു, ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് അലേർട്ട് ആവേണ്ട ഒരു സമയം കൂടിയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ടോ നമുക്ക്? എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട സമീപത്ത് ഈ അല്പസമയം മുമ്പാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അതിനുള്ളിൽ മറ്റു പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഒരുപക്ഷെ അന്ന് ഈ ശ്രമം വിജയം കണ്ടിരുന്നെങ്കിൽ, ദീപ്തി മേരി വർഗീസിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനുള്ള ആ ഒരു CPM-ന്റെ ശ്രമം വിജയം കണ്ടിരുന്നെങ്കിൽ അന്ന് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം UDF-ന്റെ ഉറച്ച കോട്ടയായിരുന്ന മണ്ഡലത്തിൽ ഒരു UDF സ്ഥാനാർത്ഥി, UDF-ന്റെ സജീവ പ്രവർത്തകയെ, സജീവ നേതാവിനെ തന്നെ അപ്പാടെ UDF-ൽ നിന്നും ഇളക്കി മാറ്റി LDF-ൽ കൊണ്ടുവന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് അന്ന് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യമായിരുന്നു. എന്തായാലും അന്ന് ദീപ്തി മേരി വർഗീസ് ഈ ഒരു ഓഫർ അത് മറ്റൊന്നും ചിന്തിക്കാതെ നിരസിച്ചു എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അതായത് അന്ന് അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് അന്ന് ദീപ്തി മേരി വർഗീസിന് പാർട്ടിയുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവരുടെ പാർട്ടിയുമായുള്ള എതിർപ്പ് അത് പ്രകടമായിരുന്ന സമയത്താണ് EP ജയരാജൻ ആവശ്യപ്പെട്ടത് അവരുമായി ബന്ധപ്പെടണം, LDF-ലേക്ക് വരണമെന്ന് ആവശ്യപ്പെടണം എന്നുള്ളൊരു കാര്യം ദല്ലാൽ നന്ദകുമാറിന്റെ മുന്നിൽ വെക്കുന്നത്. അങ്ങനെയാണ് 2 തവണ ദല്ലാൽ നന്ദകുമാർ ഈ ദീപ്തി മേരി വർഗീസിനെ വിളിക്കുന്നത്. അതിനുശേഷമാണ് EP ജയരാജൻ നേരിട്ട് വിളിക്കുന്നത്. എന്തായാലും അന്നൊക്കെ ഈ ഒരുപക്ഷെ പത്മജ വേണുഗോപാലിനേക്കാൾ കൂടിയ ഒരു പരിഗണന അല്ലെങ്കിൽ കൂടിയൊരു ഓഫർ അത് ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പത്മജ വേണുഗോപാലിന് ഓഫർ നൽകിയതെങ്കിൽ ദീപ്തി മേരി വർഗീസിന് നൽകിയ ഓഫർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഓഫറാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇനി നിർണായകമാണ്. അത് EP ജയരാജൻ അത് നിരസിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. സ്മിത. അതെ, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവിടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. EP ജയരാജൻ നേരിട്ട് വന്ന് തന്നെ ക്ഷണിച്ചു എന്നാണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് 24-നോട് പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ വാഗ്ദാനം താൻ നിരസിക്കുകയായിരുന്നുവെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു.